ഓന്ന് പോലും നാണം കെട്ട് പോകുന്ന രീതിയിലുള്ള നിറമാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇന്നലെ ഇറങ്ങിയ കോഴിച്ചേറ്റിൻ്റെ ചാറ്റുകൾ കൃത്രിമമായി മെനഞ്ഞെടുത്തതാണെന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. അതായത് ആ ചാറ്റുമായി ഐമറിനോ ജോൺസനോ യാതൊരു ബന്ധവുമില്ല എന്നർത്ഥം. പക്ഷെ സ്വയം ഈ വാദത്തെ പൊളിച്ചെടുക്കുന്നതാണല്ലോ രണ്ടാമത്തെ CP. ഹിമ മേനോൻ എന്ന ഐഡിയയുടെ ഓണറിനോട് പറയുന്ന വാക്കുകൾ: ഹിമമോളെ, കൂടുതൽ തിളക്കല്ലേ, കണ്ടോടി, നിന്നെ അപ്പോഴും ഒറ്റിക്കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു, കേട്ടോടി. ഇതാണ് ആ വരികൾ. ചാറ്റ് വ്യാജമാണെങ്കിൽ എല്ലാ ചാറ്റും വ്യാജമായിരിക്കണമല്ലോ. അതെങ്ങനെ ചിലത് മാത്രം വ്യാജമല്ലാതെയും ചിലത് വ്യാജമാകുകയും ചെയ്യുന്നത്? നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ പറഞ്ഞത്, അല്ലാത്തത് ഉണ്ടാക്കിയെടുത്തത്, അങ്ങനെയാണോ? 6 മണിക്കൂർ ഗ്യാപ്പിൽ വന്ന 2 CP. ഒന്ന്, ചാറ്റ് അവരുടേതല്ലെന്ന് നിരസിക്കുന്നു. രണ്ടാമത്, അത് അക്സെപ്റ്റ് ചെയ്ത് അതിന് മറുപടി പറയുന്നു. ഇനി കോഴിച്ചേട്ടൻ്റെ വാക്കുകളിലേക്ക് പോവാം. ഫ്രണ്ടല്ല അതുക്കും മേലെ. പോട്ടെ, അതൊരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കണക്കിലെടുത്ത് നമുക്ക് വിടാം. ഉറക്കം നഷ്ടപ്പെട്ട മറ്റൊരാൾ അവിടെ ഇരിപ്പുണ്ട്. 1 മണിവരെ ഉറങ്ങാതെ വാട്സപ്പിൽ മാന്തിയിരിക്കും. അതിപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ കുഴപ്പമില്ല, രാത്രി വരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റില്ല. വിഷയം എന്താണെന്ന് നമുക്കറിയാത്ത പക്ഷം അതും വിടാം. ആ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാനൊക്കില്ല. ഞാൻ അവളെ അടിച്ചാൽ അവൾ ചത്ത് കളയും, അത്ര അറിഞ്ഞാൽ മതി. ഇവിടേക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന ഉത്തരം. അത് ശരിയല്ലല്ലോ. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ ഉടനെ ഉത്തരം പറയേണ്ടിയിരുന്നല്ലോ. അല്ല, അങ്ങനെയല്ല എന്നുള്ളത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണെന്ന് അവിടെ തിരുത്തായിരുന്നല്ലോ. എൻ്റെ പെണ്ണാണ്. ഇതിന് നമ്മുടെ ഡെവിൾ ഒരു ആൻസർ കൊടുത്തിരുന്നു. അതെൻ്റെ കൊച്ചാണ് എന്ന് ഉദ്ദേശിച്ചതായിരിക്കില്ലേന്ന്. എനിക്ക് ആ മെസ്സേജ് കണ്ടിട്ട് ഐമറിനെ വാരിയതാണെന്നാണ് തോന്നിയത്. ഐമറേ, നിൻ്റെ കൂടെ ഇരിക്കുന്നവർ വരെ നിന്നെ കുത്തിപ്പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്: ഞങ്ങൾ ഇഷ്ടം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് നീ എന്ത് പോയിൻ്റ് വെച്ചാണ് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? സോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് ആ സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോയിട്ടുണ്ട്, അങ്ങനത്തെ ടോക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ഇനി ഇതൊന്നും നീയല്ല പറഞ്ഞത്, നീ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ എന്നുള്ള വാദം. സാധാരണ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കോഴിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന കക്ഷീനെ അങ്ങ് മാറ്റി വയ്ക്കുക, പിന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുക. അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ ഇതൊന്നും നാട്ടുകാർക്ക് അന്വേഷിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് ബാധിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പാർട്ട്നേഴ്സിനാണ്. അവർ വേണം നിങ്ങളെ ചോദ്യം ചെയ്യാനായിട്ട്. ആവശ്യത്തിൽ കൂടുതൽ നാട്ടുകാരുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടതുകൊണ്ടും ചനു കെട്ടാതെയാണ് തൊട്ടിൽപ്പാലത്ത് അനൂപിൻ്റെ കൂടെ നടന്നത് എന്ന് അയൽക്കാരോടൊക്കെ പറയുന്നതും കേട്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നമുക്കും ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇത് കേട്ടിട്ട് ചനുവിന് സപ്പോർട്ടായിട്ട് വന്നതെന്നൊന്നും പറയാൻ നിൽക്കണ്ട. അവർക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല താനും. നമുക്കൊട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റുമില്ല. കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം.